ഹലോ ഗായ്സ്, ഞാൻ ഇവിടുത്തെ എൻ്റെ ഫസ്റ്റ് ഡേ റിവ്യൂ ആണ് ഷെയർ ചെയ്യുന്നത്. എൻ്റെ ഈ പ്രസവരക്ഷാ ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് ഡേ റിവ്യൂ. അപ്പോൾ രാവിലെ തന്നെ ഓട്സ് വെച്ചാണ് തുടങ്ങുന്നത്. രാവിലെ നമ്മൾ ഓട്സ് കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത്. പക്ഷേ എനിക്ക് നേരത്തെ വിശന്നുകൊണ്ട് ഞാൻ ഇതെല്ലാം നേരത്തെ തന്നെ കഴിച്ചു. ഓട്സും കഴിച്ചു, ഇഡ്ഡലിയും കഴിച്ചു, എല്ലാം കഴിച്ചു കേട്ടോ. മോസ്റ്റ്ലി ഇവിടെ സ്റ്റേ ചെയ്യുന്നവർ ശരിക്കും റിലാക്സേഷന് വേണ്ടിയിട്ട് മാത്രം സ്റ്റേ ചെയ്യുന്നവരാണ്. അല്ലെ പോയി അടുത്തുനിന്നൊക്കെ ആണെങ്കിൽ പോയി വരാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ. ഹലോ ഗായ്സ്, അങ്ങനെ ഇന്ന് എൻ്റെ ഫസ്റ്റ് ഡേ കുളി കഴിഞ്ഞു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നേ. നമ്മൾ വീട്ടിൽ നമ്മളെ കുളിപ്പിച്ചിട്ടുണ്ടാവും. ഇതെൻ്റെ സെക്കൻഡ് ഡെലിവറിയാണ്. അപ്പം ഞാൻ ഫസ്റ്റ് എൻ്റെ വീട്ടിൽ തന്നെ വന്ന് ഒരു ചേച്ചി എല്ലാം കുളിപ്പിക്കുകയും കുഞ്ഞിനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അതിനെക്കാട്ടിലൊക്കെ ഒരുപാട് ഫാർ ബെറ്റർ എക്സ്പീരിയൻസ് ആണ് ഇവിടെ. ശരിക്കും ഒരു പ്രോസസ്സിൽ കൂടെയാണ് ഇവർ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ചെന്നപ്പോൾ തന്നെ അവർ നല്ലതായിട്ട് ഒരു ഹെഡ് മസാജ് ചെയ്യുന്നുണ്ട്, പിന്നെ ഓയിലിട്ട് ഹെഡ് മസാജ് ചെയ്യുന്നുണ്ട്, പിന്നെ ഫേസ് പാക്ക് ഇടുന്നുണ്ട്, പിന്നെ നമ്മൾ കടത്തി ഫുള്ള് ബോഡി മസാജിങ് ചെയ്യുന്നുണ്ട്, കിഴി ചെയ്യുന്നുണ്ട്. അതും കുറേ നേരം നമുക്ക് സ്പെസിഫിക് ആയിട്ട് പെയിനുള്ള ഏരിയാസിലെല്ലാം സ്പെസിഫിക് ആയിട്ട് അവർ ശ്രദ്ധിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ പെയിനുള്ള ഭാഗങ്ങളിലൊക്കെ എന്താണോ ചൂട് പിടിക്കണോ അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് സ്പെസിഫിക് ആയിട്ട് തന്നെ അവരെല്ലാം കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്റ്റീമുണ്ട്, പിന്നെ കുളിപ്പീരുണ്ട്, പിന്നെ എല്ലാം നമ്മളൊരു കുളിയെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കര ഒരു ഫ്രഷ് ഫീലിംഗ് ആണ്. മീൻസ് ഒരു ഒരു മൈൻഡ് തന്നെ റിലാക്സ് ആവുന്ന രീതിയിലുള്ളൊരു ഫീലാണിത്. പിന്നെ ലാസ്റ്റ് നമ്മുടെ മുടിയിൽ മറ്റേ ഒരു പുക തരുന്നൊരു, എനിക്ക് അതിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല, അങ്ങനെ പുക തരുന്നുണ്ട്, പിന്നെ കണ്ണെഴുതി തരുന്നുണ്ട്, പിന്നെ മൂക്കിൽ കൂടെ എന്തൊരു സാധനം പിടിപ്പിക്കുന്നുണ്ട്, ഒരു വലിക്കാൻ തരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മൈൻഡ് നല്ല റിലാക്സ് ആവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഴയ നാൾ മുതലേ പണ്ടത്തെ ആൾക്കാർ എന്തൊക്കെയോ പറയുന്നത് കേട്ടിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. ശരിക്കും അത് എന്തിനാ ചെയ്യുന്നതെന്ന് അത് അവർക്ക് പോലും അറിയത്തില്ല. അതിൻ്റെ സ്പെസിഫിക് റീസൺ എന്താണെന്ന് അവർക്ക് പോലും അറിയത്തില്ല. പണ്ട് എന്തൊക്കെയോ അവർ ചെയ്തു, അതിൻ്റെ ബേസിൽ തന്നെ അവരിപ്പോഴും നമ്മളെ കൊണ്ടും ചെയ്യിപ്പിക്കുന്നു. ശരിക്കും ഈ തിളച്ച വെള്ളം ഒഴിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഞാൻ കേട്ടിട്ടുണ്ട്. പല ആൾക്കാരും പറയുന്ന ഈ വേദ് കുളിക്കൊക്കെ വരുമ്പോൾ തിളച്ച വെള്ളം കോരി മേത്തോട്ട് ഒഴിക്കുക എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ നല്ല ചൂടുള്ള വെള്ളമാണ്, പക്ഷേ ഇങ്ങനെ നമ്മുടെ പൊള്ളുന്ന രീതിയിലുള്ള വെള്ളമൊന്നും നമ്മുടെ ശരീരത്തിൽ കോരി ഒഴിക്കത്തില്ല കേട്ടോ. നമുക്ക് വളരെയധികം കംഫർട്ടബിളാണ്. അതേപോലെ അവരെന്ത് ചെയ്താലും നമ്മുടെ ബോഡിക്ക് കംഫർട്ടും റിലാക്സും കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളെ അവർ ചെയ്യാറുള്ളൂ. ഒന്ന് ഓർത്ത് നോക്കിയാൽ ഓൾറെഡി നമ്മൾ പ്രസവം കഴിഞ്ഞ് വന്നു, ഓൾറെഡി നമ്മളവിടെ ലേബർ റൂമിൽ ശരിക്കും നമ്മൾ എക്സോസ്റ്റഡ് ആവുകയാണ്. പിന്നെ ആ നെക്സ്റ്റ് ഡേ വന്ന് നമ്മൾ വീട്ടിലാണെങ്കിലും നമുക്ക് സ്റ്റിച്ചസിൻ്റെ പെയിന്, കൊച്ചിന് പാല് കുടിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് എല്ലാം നമ്മളെല്ലാം ഫേസ് ചെയ്ത് വരുമ്പോഴത്തേക്കുമാണ് അടുത്തത് ഈ ഒരു കുളിപ്പീര്, ചൂടുവെള്ളം തിളച്ച വെള്ളമൊക്കെ ഇട്ടുള്ള ഒരു കുളിപ്പീരും കാര്യങ്ങളും ശരിക്കും ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആക്കി മാറ്റുവാണ് ലേഡീസിന് വേണ്ടിയിട്ട്. ശരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതൊക്കെ അതേപോലെ കാല് നേരെ വെച്ച് കിടക്കണം, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ശരിക്കും നമ്മൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ബോഡിക്ക് കംഫർട്ട് ആവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്താൽ മതി. എങ്ങനെ നമ്മുടെ ബോഡി റിലാക്സ് ആക്കി വെക്കാൻ പറ്റുന്നോ, എങ്ങനെ നമ്മുടെ ബോഡിക്ക് മാക്സിമം നല്ല ഒരു ബെനിഫിറ്റ് കൊടുക്കാൻ പറ്റുന്നോ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ മതി. അല്ലാതെ ഈ പഴയ ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മുടെ ബോഡിക്ക് ഒന്നുകൂടെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനവിടെ കൊച്ചിനെ പാല് കുടിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു കാല് നീട്ടി വെച്ച് ഇരിക്കണം, കാല് നീട്ടി വെച്ച് കിടക്കണം, നേരെ നിവർന്ന് കിടക്കണം. ശരിക്കും ഞാൻ 2 ദിവസം അങ്ങനെ കിടന്നപ്പോഴത്തേക്കും എൻ്റെ ബാക്ക് പെയിൻ വല്ലാണ്ടങ്ങ് കൂടിയായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ രീതിയിൽ തന്നെ കിടക്കാനും ഇരിക്കാനും തുടങ്ങി. അല്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ആ കാര്യങ്ങൾ ഓൾറെഡി ഡോക്ടറുമായിട്ടും ക്ലിയർ ചെയ്തായിരുന്നു. എനിക്ക് കാരണം ഒരു ഗൈനക്കോളജിസ്റ്റും പറയുന്നില്ല നമ്മൾ ഡിസ്ചാർജായി വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കിടക്കല് അല്ലെങ്കിൽ അങ്ങനെ കിടക്കണം, യൂട്രസ് ഇറങ്ങിപ്പോരുന്നൊന്നും ആരും പറയുന്നില്ല. പിന്നെ ഈ ആൾക്കാർ പോകുന്ന ആൾക്കാർ എന്ത് നോക്കിയും കണ്ടിട്ടാണ് ഇത് പറയുന്നതെന്ന് എനിക്ക് അറിയത്തുമില്ല. എന്ത് ബേസ് വെച്ചാണ് അവരോട് ആരോ പറഞ്ഞു, ആ ബേസ് വെച്ച് അവർ നമ്മളോട് പറയുന്നു. അല്ലാതെ ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളോ ഒന്നുമില്ല.
എങ്ങനെ ഒരു പെണ്ണിനെ മാക്സിമം മെൻ്റലി ഹറാസ് ചെയ്യാൻ പറ്റുന്നോ അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിൽ മാത്രമേ ഞാനിത് കാണുന്നുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല ആയുർവേദ ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ട് തന്നെ ഇത് മുന്നിലോട്ട് പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ വേദഗുളിയും ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു റിലാക്സ്ഡ് ആയിട്ട് മൈൻഡ്ഫുള്ളായിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ സെൻറ്റേഴ്സിൽ വന്ന് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഒരു 7 ദിവസം പറ്റുവാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ചെയ്യുന്നത്. പിന്നെ ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ കൂടി മാത്രമേ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ പല ആൾക്കാരും പല രീതി പറയും, അവർ ചെയ്ത കാര്യങ്ങൾ അവർ പറയും. അത് നോക്കിയും കണ്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ബോഡിക്ക് എന്താണോ കംഫർട്ട് അത് നമ്മൾ ചെയ്യാം. ബൈ. പിന്നെ ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യം സ്പെഷ്യലായിട്ട് എടുത്ത് പറയാതെ പറ്റില്ല. ഒരുപാട് എരിവോ പുളിയോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഭക്ഷണമാണ് ഇവിടെ തരുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ഭക്ഷണം. പിന്നെ രാത്രി ഇടിയപ്പവും വെജിറ്റബിൾ സ്റ്റൂ ആയിരുന്നു കഴിക്കാൻ. ബൈ.